ശത്രുവിന്റെ നീക്കം കാത്തിരുന്ന് തിരിച്ചടിക്കുന്നതിന് പകരം ഇനി മുൻകൈയെടുത്ത് കളം മാറ്റാൻ ഇറാൻ തയ്യാറെടുക്കുകയാണ്. ആവശ്യമായ സമയത്ത് മുൻകൈയെടുക്കും, ഭീഷണികളെ നേരത്തെ തന്നെ നിർവീര്യമാക്കും എന്ന തരത്തിലുള്ള മുന്നറിയിപ്പാണ് ഇറാനിൽ നിന്ന് വരുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ യാദുള്ള ജവാനി എതിരാളികൾ തന്ത്രപരമായ ആശ്ചര്യങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെ നടന്ന സൈനിക നടപടികളെ ഇറാൻ പ്രധാനമായും പ്രതിരോധത്തിന്റെ ഭാഗമായാണ് കാണുന്നത്. യുദ്ധത്തിന് തുടക്കമിട്ടത് എതിരാളികളാണെന്നും അതിനുള്ള മറുപടിയായാണ് ഇറാൻ സൈനിക ശക്തി പ്രയോഗിച്ചതെന്നും ജവാനി വിശദീകരിച്ചു. എന്നാൽ ഇനി സ്ഥിതിഗതികൾ മാറിയേക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ഭാവിയിൽ ഇറാന്റെ പ്രതികരണം വെറും തിരിച്ചടിയിൽ ഒതുങ്ങാതെ മുൻകൈയെടുക്കുന്ന കൂടുതൽ ആക്രമണാത്മക സ്വഭാവം കൈവരിച്ചേക്കാമെന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ശത്രുക്കൾ തന്ത്രപരമായ ആശ്ചര്യങ്ങൾക്ക് തയ്യാറാകണം എന്ന ജവാനിയുടെ മുന്നറിയിപ്പാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമാവുന്നത്. ഇറാനെതിരെ പുതിയ ആക്രമണം ഉണ്ടാകുമെന്ന് കാത്തിരുന്ന ശേഷം മാത്രം പ്രതികരിക്കുന്ന രീതിയിൽ നിന്ന് ഭീഷണി ഉയരുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഉറവിടത്തെ ലക്ഷ്യമിടുന്ന രീതിയിലേക്ക് സൈനിക നയം മാറാനുള്ള സാധ്യതയാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇറാൻ പ്രതിരോധം എന്ന ആശയത്തെ കൂടുതൽ വിശാലമായി നിർവചിച്ചേക്കാം. നേരിട്ടുള്ള ആക്രമണത്തെ തടയുന്നതിനായി മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതും ഭാവിയിൽ പ്രതിരോധത്തിന്റെ ഭാഗമായി തന്നെ അവതരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇറാന്റെ പുതിയ സൈനിക നേതൃത്വവും പരമാവധി പ്രതിരോധം എന്ന ആശയത്തിന് ഊന്നൽ നൽകുന്നതായി ജവാനി പറഞ്ഞു. പുതിയ കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ അഹമ്മദ് വാഹിദിക്ക് നൽകിയ നിർദ്ദേശങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാന്റെ സായുധ സേന രാജ്യത്തെ സംരക്ഷിക്കുന്നതിനും ഭീഷണികളെ നിർവീര്യമാക്കുന്നതിനും ഉചിതമായ സമയത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ സന്ദേശം. അതിനാൽ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കുക എന്ന പരമ്പരാഗത സൈനിക സമീപത്തോടൊപ്പം ആക്രമണ സാധ്യത തന്നെ ഇല്ലാതാക്കാൻ മുൻകൈ എടുക്കുന്നതും പുതിയ തന്ത്രത്തിന്റെ ഭാഗമെന്ന വിലയിരുത്തലുകൾ ശക്തമാവുകയാണ്. ഇറാന്റെ സൈനിക നേതൃത്വം ഇതിനകം തന്നെ ആക്റ്റീവ് ഡിസ്റ്റൻസ് അഥവാ സജീവ പ്രതിരോധത്തിന്റെ ഭാഷ ഉപയോഗിച്ചു വരുന്നതും ശ്രദ്ധേയമാണ്. മെയ് മാസത്തിൽ IRGC കമാൻഡ് അഹമ്മദ് വാഹിദി ഇറാന്റെ സായുധ സേന മിസൈൽ, വ്യോമ, നാവിക, കര, ബഹിരാകാശ, സൈബർ മേഖലകളിൽ ഉയർന്ന ജാഗ്രതയിലെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പുതിയ ആക്രമണം ഉണ്ടായാൽ അതിന്റെ പ്രതികരണം ഇറാന്റെ അതിർത്തികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങില്ലെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജവാനിയുടെ പുതിയ പരാമർശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഇറാൻ സ്വന്തം സൈനിക തന്ത്രത്തെ പുനഃപരിശോധിക്കുകയാണെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. കഴിഞ്ഞ മാസങ്ങളിലെ സംഘർഷത്തിൽ ഇറാന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്കും കമാൻഡ് സംവിധാനങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ ഉണ്ടായതായി വിവിധ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ ഭാവിയിൽ വീണ്ടും ആക്രമണം ഉണ്ടായാൽ അതേ രീതിയിലുള്ള പരിമിതമായ തിരിച്ചടിക്ക് പകരം കൂടുതൽ വ്യാപകമായതോ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതായ പ്രതികരണം ഉണ്ടാകുമെന്ന ഭീഷണിയാണ് ഇറാനി നേതൃത്വം നൽകുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.